ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അമിത്ഷായും. ബംഗാൾ ഇക്കുറി പിടിക്കണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ പൂട്ടണമെന്ന ചിന്ത ബിജെപിക്കുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബിജെപി ഇഡിയെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. എന്നാൽ ബിജെപിക്കാർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അത് ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോഴും മമതാ ബാനർജി തന്നെയാണ് എന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന IPAC-യുടെ മേധാവി പ്രതീക് ജെയിനിന്റെ വസതിയിലും കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഓഫീസിലുമാണ് ഇഡി എത്തിയത്. റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്ന് ആരോപിച്ച് ഇഡി രംഗത്ത് വന്നതോടെ വിഷയം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നിരിക്കുകയാണ്. മമതാ ബാനർജി പോലീസ് ഉദ്യോഗസ്ഥരുമായി എത്തുന്നത് വരെ സമാധാനപരമായിരുന്നു റെയ്ഡെന്നാണ് ഇഡി പറഞ്ഞത്. കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇഡി ബംഗാളിൽ പറന്നിറങ്ങിയത്. ഇതിന് പിന്നാലെ ഇങ്ങ് ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിലാണ് ഇഡിയുടെ കുരുത്തക്കേടിന് TMC പകരം വീട്ടിയത്. അമിത്ഷായുടെ ഡൽഹിയിലെ വസതിയിൽ പാഞ്ഞെത്തിയ TMC MP-മാർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അമിത്ഷായെ വെല്ലുവിളിച്ചത്. പ്രതിഷേധിച്ച MP-മാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചാണ് വാഹനത്തിൽ കയറ്റിയത്. ഇതോടെ ബംഗാളിലും അമർഷം പുകയുന്നുണ്ട്. ഡെറിക് ഒബ്രയാൻ, സാകേത് ഗോഖലെ, സാഗരിയ ഘോഷ്, ഡോല സെൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളായ EDയെയും CBIയെയും ഉപയോഗിച്ച് BJP വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് MP-മാർ ആരോപിക്കുന്നുണ്ട്. കൈകളിൽ പ്ലക്കാർഡുകളേന്തി മുദ്രാവാക്യം വിളിച്ച MP-മാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ഇതോടെയാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് MP-മാർ അമിത്ഷായുടെ വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് എത്തിയത്, എന്നാൽ പോലീസ് ഞങ്ങളെ വലിച്ചിഴയ്ക്കുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത് ജനാധിപത്യത്തിന്റെ മരണമാണ് എന്നാണ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞത്. മഹുവയെയും സഹപ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ബംഗാളിലെ കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഹവാല ഇടപാടുകാരൻ IPAC-ക്ക് കോടിക്കണക്കിന് രൂപ നൽകിയെന്നാണ് EDയുടെ ആരോപണം. ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസിയും IT മീഡിയ സെല്ലും നോക്കുന്നത് IPAC ഓഫീസിലാണ്. ഇവിടെയാണ് ED റെയ്ഡ് നടത്തിയത്. സാൾട്ട് ലേക്കിലെ IPAC ഓഫീസിലും കൊൽക്കത്തയിലെ ലൗഡൻ സ്ട്രീറ്റിലുള്ള ജെയിനിന്റെ വീട്ടിലുമായി കഴിഞ്ഞ ദിവസം രാവിലെ 7 മണി മുതലാണ് കേന്ദ്ര അർദ്ധ സൈനിക സേനയുടെ സാന്നിധ്യത്തിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. റെയ്ഡിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളും ഹാർഡ് ഡിസ്കുകളും ED കണ്ടുകെട്ടി എന്നതും ഗുരുതരമായ ആരോപണമാണ്. പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബംഗാളിലേക്ക് വന്നത് എന്നാണ് BJPയോട് മമത ചോദിക്കുന്നത്. എതിരാളികളായ TMCയെ ജനാധിപത്യപരമായ രീതിയിൽ പരാജയപ്പെടുത്തണമെന്നും റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് മമത ആവർത്തിക്കുന്നുണ്ട്. അമിത്ഷായുടെ വസതിയിൽ കയറാൻ ശ്രമിച്ചെങ്കിൽ അടുത്ത വട്ടം അതിനുമപ്പുറം വീടിനുള്ളിൽ കടന്ന് തന്നെ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുമെന്ന സന്ദേശവും TMC നൽകുന്നുണ്ട്. അന്വേഷണങ്ങളുടെ മറവിൽ പാർട്ടി രേഖകളും ഡാറ്റയും പിടിച്ചെടുക്കുകയാണ്. നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന SIR-മായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുന്നുണ്ടെന്നും ഈ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. പാർട്ടി ഹാർഡ് ഡിസ്ക്, സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നിവ ശേഖരിക്കുക എന്നതാണ് EDയും അമിത്ഷായും കൂടി ചെയ്യുന്നത് എന്ന് ആരോപിച്ച TMC രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്തതും തന്റെ പാർട്ടി രേഖകളെല്ലാം എടുത്തുകൊണ്ടു പോകുന്നതുമായ വൃത്തികെട്ട ദുഷ്ടനായ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ എന്നും പ്രഖ്യാപിക്കുന്നുണ്ട്.